കാർഗിലിലേക്കുള്ള യാത്ര തുടരുകയാണ് നമ്മൾ. ഇൻഡസ് നദിയിലിറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായി. അടുത്ത സ്ഥലം സോനാമാർഗാണ്. സോനാമാർഗ് കഴിഞ്ഞാൽ പിന്നെ ഹിമാലയ മലനിരകളിലൂടെയാണ് യാത്ര. പണ്ട് ഞങ്ങൾ പോയപ്പോൾ കയറി ഇറങ്ങിയ മലകളിലെല്ലാം ബൈപ്പാസും തുരങ്കപാതയുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായാൽ സോനാമാർഗിലെത്താൻ വളരെ എളുപ്പമാണ്. സോനാമാർഗ് കഴിഞ്ഞ് ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങിയാൽ ഭൂപ്രകൃതി പാടെ മാറും. പുല്ലും പുഷ്പങ്ങളും ഒന്നുമില്ല, വരണ്ട കുന്നുകൾ മാത്രം. വഴിയോര കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. മഞ്ഞില്ലെങ്കിലും മനോഹരമാണ് കാശ്മീർ. സോജില പാസിലെത്തിയപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു. ഇതിനു മുമ്പ് വന്നപ്പോൾ എന്തൊരു തിരക്കായിരുന്നു അവിടെ. മഞ്ഞുമഴ പെയ്തപ്പോൾ ആളുകളെല്ലാം പുറത്തിറങ്ങി തുള്ളിച്ചാടി നടന്നതൊക്കെ ഓർത്തുപോയി. ചായക്കടകളിൽ കനലടുപ്പിൻ്റെ ചുവട്ടിൽ ചൂട് കിട്ടാൻ തിക്കിത്തിരക്കി നിന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരക്കുമില്ല, തണുപ്പുമില്ല, മഞ്ഞുമില്ല. ശരിക്കും കരച്ചിൽ വന്നു. സാരമില്ല, ഇതുവരെ കാണാത്ത കാഴ്ചകൾ ഞങ്ങളെ കാത്ത് ദൂരെ ഉണ്ട്. സോജില പാസ് വരെ സാധാരണ ടൂറിസ്റ്റുകൾക്ക് വരുന്നതിന് വലിയ തടസ്സങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവിടം വരെ ഉള്ള തിരക്ക് പോലും പിന്നീടില്ല. സോജില പാസ് കഴിഞ്ഞ് ഇറങ്ങി തുടങ്ങുമ്പോൾ പട്ടാളത്തിൻ്റെ കർശനമായ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന ലേ ലഡാക്ക് എന്ന നിരോധിത മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ കർശനമായ നിബന്ധനകൾ പാലിക്കണം. ഈ കവാടം കടന്നെങ്കിലേ ലേ ലഡാക്കിൽ പ്രവേശിക്കാൻ പറ്റൂ. പോകുന്ന വഴി അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് പോയ വിശേഷങ്ങളൊക്കെ ഹരിച്ചേട്ടൻ പങ്കുവച്ചു. പോരുന്ന വഴിയിൽ കണ്ട ബാൽട്ടാൽ എന്ന സ്ഥലത്താണ് അമർനാഥ് ബേസ് ക്യാമ്പ്. ശ്രീനഗറിൽ അനന്തനാഗ് ജില്ലയിൽ 12,800 അടി ഉയരത്തിലുള്ള അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള ബേസ് ക്യാമ്പാണിത്. ശബരിമലയ്ക്ക് പമ്പ എന്ന് പറയുന്നത് പോലെ. 2 മാസത്തെ തീർത്ഥാടനം കഴിയുന്നതോടെ ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കും. നിർമ്മിതികളൊന്നുമില്ല, ടെൻറ്റുകളാണ് മുഴുവൻ. 2 ദിവസം അവിടെ താമസിച്ച് അമർനാഥ് ദർശനത്തിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അന്നെടുത്ത ഫോട്ടോ ഒക്കെ അദ്ദേഹം കാണിച്ചു തന്നു. അമർനാഥിലേക്കുള്ള ട്രക്കിംഗ് 14.5 കിലോമീറ്റർ വരും. കുതിരപ്പുറത്തും നടന്നും ഹെലികോപ്റ്ററിനും പോകാം. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യ രമയും ഉണ്ടായിരുന്നു. മറക്കാനാവാത്ത ആ യാത്രയെക്കുറിച്ച് അത്യധികം ഉത്സാഹത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. ചേർത്തലയിലാണ് ഹരിച്ചേട്ടൻ്റെ വീട്. സ്വന്തമായ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. സോജില പാസ് എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. മുന്നോട്ട് പോകുന്തോറും ഇറക്കം തുടങ്ങുകയായി. അടുത്ത ജനവാസ മേഖല ദ്രാസാണ്. അവിടെയാണ് കുറച്ചെങ്കിലും ജനവാസമുള്ളത്. ചില ഹോട്ടലുകളുമുണ്ട് അവിടെ. 1-2 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. ഇറക്കം തുടങ്ങിയാൽ പിന്നെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. ഭൂപ്രകൃതി മാറി മാറി വരും. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുക. സമയം ഉച്ചയായിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് വിശപ്പിൻ്റെ വിളി കാണാം. അടുത്ത സ്ഥലത്ത് ഹോട്ടൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് അർഷു സമാധാനിപ്പിക്കുന്നുണ്ട്. വണ്ടി 1.5 മണിക്കൂർ ഓടിക്കാണും. ദൂരെ ഒരു ജനവാസ മേഖല കണ്ടു. ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. അകലെ നിന്നേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത് വരുന്തോറും ആകർഷണം കൂടിക്കൂടി വന്നു. ഒരു ഹോട്ടലിൻ്റെ മുൻപിൽ വണ്ടി നിർത്തി. ഹോട്ടലിലെ ജോലിക്കാരുടെ മുഖം തെളിഞ്ഞു. ടൂറിസ്റ്റുകളെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഹോട്ടലുകളാണ് ഇവിടെ ഉള്ളത്. എല്ലായിടത്തും ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല.
ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാവില്ല. കുറച്ച് കാത്തിരിക്കാമോ എന്നവർ ചോദിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ സമ്മതിച്ചു. ഹോട്ടലിന് പുറത്ത് മനോഹരമായ കാഴ്ചകളാണ്. ഹോട്ടലിനോട് ചേർന്നുള്ള പാടത്ത് സ്ത്രീകൾ പുല്ല് വെട്ടുന്നുണ്ട്. ദൂരെ പല നിറത്തിലും ആകൃതിയിലും മലനിരകൾ. വിസ്മയിപ്പിക്കുന്ന ആകാശം. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കാറ്റ് ഒരു രക്ഷയുമില്ല. നമ്മളെ പറപ്പിച്ചു കൊണ്ടുപോകുമോ എന്ന് തോന്നിപ്പോകും. അധികം വൈകാതെ രുചികരമായ ഭക്ഷണം മുൻപിൽ നിരന്നു. ഫ്രൈഡ് റൈസ്, പ്ലെയിൻ റൈസ്, പരിപ്പ് കറി, പനീർ മക്കൻ, ചിക്കൻ കറി, സലാഡ്, വെജിറ്റബിൾ കുറുമ, തൈര് എന്നിവയൊക്കെയാണ് വിഭവങ്ങൾ. തൈര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ രുചികളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഞങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു. ഇവിടം വിട്ടാൽ പിന്നെ ഒരു ഭക്ഷണശാല 2-3 മണിക്കൂർ കഴിഞ്ഞായിരിക്കും കാണുക. സുന്ദരമായ ദ്രാസിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. അടുത്ത ലക്ഷ്യം കാർഗിൽ വാർ മെമ്മോറിയൽ മ്യൂസിയമാണ്. ഇനിയും എത്ര നേരം ഇരുന്നാലാണാവോ അവിടെ എത്തുക. കാഴ്ചകൾ വ്യത്യസ്തമാണെങ്കിലും യാത്ര ചെയ്തു മടുത്തൂട്ടോ. ഇടയ്ക്ക് പട്ടാളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ പട്ടാളത്തിൻ്റെ അനുമതി വേണം. ചില സ്ഥലങ്ങളിൽ റോഡ് മോശമാണ്. ഒരു വശത്ത് താഴ്വര, മറുവശത്ത് കല്ലുകൾ എപ്പോൾ വേണമെങ്കിലും ഉരുണ്ടു വീഴാവുന്ന മല. വിജനമായ വഴികൾ, ആരെയും കാണാനില്ല. മോഹിപ്പിക്കുന്ന ആകാശവും പല ആകൃതിയിലുള്ള മലകളും മാത്രം. ഇടയ്ക്ക് റോഡിൽ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കാണാം. അവരിങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നമുക്ക് തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ആദരവ് അർഹിക്കുന്നവർ. മലകളിൽ നിന്നും ഉരുണ്ടുവരുന്ന കല്ലുകളൊക്കെ വശങ്ങളിൽ കൂട്ടിവെക്കുന്നുണ്ട്. മലയോട് ചേർന്ന് വീതിയുള്ള കരിങ്കൽക്കെട്ട് നിർമ്മിക്കുന്നത് കാണാം. മലയിടിച്ചിൽ തടയാൻ വേണ്ടിയാണ്. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കാർഗിൽ വാർ മെമ്മോറിയൽ മ്യൂസിയത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും മനസ്സിൽ തീരാവേദനയായി മാറിയ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. അന്നത്തെ നെഞ്ചിടിപ്പ് ഇപ്പോഴും ഓർമ്മയുണ്ട്. മ്യൂസിയത്തിൻ്റെ മുൻപിൽ നിന്ന് ആകപ്പാടെ ഒന്ന് നോക്കി. ഗേറ്റിനപ്പുറം ധീരജവാന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ്. ചുറ്റും കൊടും യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന മലകൾ. മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ തീരുകയാണ്. വൈകാതെ വീണ്ടും കാണാം.